വാസ്തവത്തിൽ വടി കൊടുത്ത് അടി വാങ്ങിച്ചതുപോലെ ആയിപ്പോയി. CPM-നെ സംബന്ധിച്ചിടത്തോളം ശാസ്തമംഗലം വെള്ളയമ്പലം റോഡിലുള്ള കോർപ്പറേഷൻ ബിൽഡിങ്ങിലെ ആ ഓക്കുപ്പേഷൻ, PK പ്രശാന്ത് ഓക്കുപ്പൈ ചെയ്തിരുന്ന ആ സ്ഥലം എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്, ഒരു മുറി തനിക്കും കൂടി വേണം, അത് ഒഴിഞ്ഞു തന്നാൽ വലിയ ഉപകാരമെന്ന് ശ്രീലേഖ പറഞ്ഞത്. അതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ മന്ത്രിയായ വി ശിവൻകുട്ടി ഇറങ്ങുന്നു. അതുപോലെ തന്നെ CPM-ൻ്റെ ടോപ്പ് ബ്രാസ് ഒക്കെ തന്നെ രംഗത്തിറങ്ങുന്നു. അത് BJP-ക്കെതിരെയായിട്ടുള്ള ഒരു ക്യാമ്പയിനായിട്ട് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ അവസാനം ശ്രീലേഖ തന്നെ വിജയിക്കുകയും PK പ്രശാന്ത് ആ കെട്ടിടം വിട്ടൊഴിയുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു BJP-യുടെ ഒരു വിജയമാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഇത് ഉണ്ടാക്കും. അതുണ്ടാക്കണമല്ലോ. അതിനകത്ത് രാഷ്ട്രീയം വിഷയമാക്കാൻ ശ്രമിച്ചത്, രാഷ്ട്രീയ വിഷയത്തിനകത്ത് വിജയം BJP കിട്ടിയെന്ന് ഞാൻ കരുതാം. അത് ശ്രീലേഖയ്ക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ശ്രീലേഖയെ വിരട്ടിയാൽ, അല്ലെങ്കിൽ ചുരുട്ടിയാൽ, അല്ലെങ്കിൽ ചുരുട്ടാമെന്ന് വിചാരിച്ചെന്നിടത്ത് ശ്രീലേഖ ചുരുട്ടി കൂട്ടി CPM-നെ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന വാർത്ത എന്ന് പറഞ്ഞ് ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് കേന്ദ്രത്തെയും കോൺഗ്രസിനെയും അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ 16 മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ പുള്ളി ഉണ്ടായിരുന്ന കാര്യം പുള്ളി തന്നെ വ്യക്തമാക്കി. അപ്പം നമ്മുടെ അതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കോൺഗ്രസിൻ്റെ കൂടെ തന്നെയാണ്. പണ്ട് പറയത്തില്ലേ, ആമയെ ചുട്ടാ മലത്തിയിട്ട് ചുണ്ണേ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ. ഇതല്ല കോൺഗ്രസ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. കേന്ദ്രത്തിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അല്ല കോൺഗ്രസ്. കേരളത്തിലും ഇങ്ങനെയല്ല കോൺഗ്രസ് പോകേണ്ടത് എന്നൊക്കെ പറയും. എന്നാൽ ഞാൻ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതിന് വേറെ അതിനൊരു ഐഡിയോളജി ഉണ്ടല്ലോ. ആ ഐഡിയോളജിയിൽ ഉള്ള സാധനമല്ല. അപ്പം ഇവിടെ ഞാനിപ്പോൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഭയക്കുന്ന തിരുവനന്തപുരത്ത് 9 സീറ്റിലേക്ക് ലക്ഷ്യം വെച്ച് സ്ഥാനാർത്ഥികളെ നിർക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കോൺഗ്രസ്, അതുപോലെ തന്നെ അതേ അർത്ഥത്തിൽ തന്നെ ഇപ്പം ജയിച്ചിരിക്കുന്ന MLA-മാരെ നിലനിർത്താൻ പാടുപെടുന്ന CPM, BJP-യുടെ മൂന്നാമത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം അവിടെ നിന്ന് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കോർപ്പറേഷൻ കിട്ടിയല്ലോ, അവിടെ നിന്ന് അമിത്ഷാ പറയുന്ന പോലെ MLA-മാരെ ഉണ്ടാക്കണമല്ലോ. അതിന് അമിത്ഷാ വരുന്നുണ്ടല്ലോ. അവിടെ നിന്ന് MP-മാരെ ഉണ്ടാക്കണമല്ലോ. അപ്പം കോർപ്പറേഷൻ കിട്ടിയപ്പോൾ ഈ ശശി തരൂർ ഒരു വർത്തമാനം പറഞ്ഞായിരുന്നു. എന്താണ്? നല്ല തുടക്കം. ഇത് കേരളത്തിൽ ഈ തുടക്കം വലിയ വലിയ വികസനത്തിന് മുതൽക്കൂട്ടാകും എന്ന് പറഞ്ഞാൽ, കോർപ്പറേഷൻ BJP ഭരിച്ചാലേ ശരിയാകത്തുള്ളൂ. ഈ കേരളത്തിൽ വികസനം ഉണ്ടാവണമെങ്കിൽ നാളെ കാലത്തെ ഈ MP സ്ഥാനവും MLA സ്ഥാനവും ഒക്കെ അവരുടെ കയ്യിൽ കിട്ടിയാലേ ശരിയാകത്തുള്ളൂ എന്നാണല്ലോ അതിൻ്റെ ഒരു അർത്ഥം. കോൺഗ്രസ്സുകാരനായിട്ടുള്ള MP, അന്ന് നമ്മൾ പറഞ്ഞു ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ടുള്ള BJP MP. അപ്പോൾ ഇദ്ദേഹം ഇതിനകത്തു നിന്നൊക്കെ മാറി ഇപ്പം നിൽക്കുമ്പോൾ, ഞാനീ പറയുന്നത് പോലെ മാധ്യമങ്ങൾ മേയറാക്കാൻ നിന്ന ശ്രീലേഖയെ നാളെ കാലത്തെ പ്രശ്നമുണ്ടാക്കാനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആണോ ശ്രീലേഖ എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനമായിട്ട് നാളെ വരും. കാരണം ഇപ്പം ഈ പണ്ട് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തിൽ നിന്നപ്പോൾ, അദ്ദേഹം മത്സരിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ BJP-യുടെ മുഖമായിട്ട് നിന്നിരുന്ന അദ്ദേഹത്തെ സഹായിക്കാനല്ല എന്ന് നോക്കിയത് മാധ്യമങ്ങൾ, വളരെ കൃത്യമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ നോക്കി. അതുപോലെ തന്നെ മേയറേയും അതുപോലെ ഡാമേജ് ചെയ്യാനേ നോക്കി. മേയറെ വെച്ച് ഈ BJP ഡാമേജ് ചെയ്യാനേ നോക്കി. പക്ഷേ മേയർ വളരെ വിദഗ്ധമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുകയും അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കുകയും, ഞാനൊരു ശുദ്ധഗതിക്കാരിയാണ്, എനിക്ക് ഈ പാർട്ടിയോടെയുള്ള സ്നേഹം, എനിക്കൊന്നും വേണ്ട, എന്നാൽ ഞാൻ പാർട്ടിക്കാരിയാണ്, പാർട്ടി ഏൽപ്പിച്ചാൽ എല്ലാം ചെയ്യും. അതായത് അടുത്ത പ്രാവശ്യം ഈ പറയുന്ന അവരുടെ നിയമസഭയിൽ വട്ടിയൂർക്കാവില് എനിക്ക് മത്സരിക്കണമെന്ന് താല്പര്യമില്ല, എനിക്ക് അധികാരത്തോട് താല്പര്യമില്ല, എനിക്ക് ഈ പറയുന്ന ഇതുപോലെ ഈ കേന്ദ്രത്തിൽ നടക്കുന്നത് പോലെ ഇന്ത്യയുടെ വികസനത്തിന് ആവശ്യമായ ഒരു പ്രവർത്തനം ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP-യുടെ ഭാഗമായിട്ട് തന്നെ സാധിക്കത്തുള്ളൂ. അതിൻ്റെ കൂടെ വന്നു, ആ പാർട്ടിക്കകത്ത് ചേർന്നു, ആ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞു, മത്സരിച്ചു, മേയർ അല്ലെങ്കിൽ പദവികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു, ആശിച്ചു. പക്ഷേ പാർട്ടി പറഞ്ഞപ്പോൾ അതങ്ങനെയല്ല, അയാൾ ഇരിക്കുന്നതാണ് എന്നിരിക്കുന്നതിനെക്കാട്ടി ശരിയെന്ന് തോന്നി, ഞാൻ സമ്മതിച്ചു, ഇനിയും മത്സരിക്കണമെന്നൊന്നുമില്ല, പക്ഷേ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. മനസ്സിലായില്ലേ? അപ്പം ഈ എന്നെ പോലെയുള്ളൊരു ശുദ്ധതിക്കാരെ ആണോ നിങ്ങൾക്ക് ആവശ്യം? അതോ ഈ പറഞ്ഞതുപോലെ ഞാനൊരു നല്ല മനുഷ്യനാണ് എന്ന കാര്യമൊക്കെ അകത്തോട്ട് ചികഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ 800 രൂപയുടെ 25,000 രൂപ വാടക എഴുതി മാറ്റിക്കൊണ്ട് 800 രൂപയുടെ ഘട്ടത്തിൽ ഇരിക്കുന്നതാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിലേക്ക് വരും. അപ്പം ഇതിനകത്ത് ഞാനീ പറഞ്ഞു വന്നത്, CPM ചുരുണ്ടുപോയി, CPM-നെ ചുരുട്ടിക്കൂട്ടി. അതായത് തിരുവനന്തപുരത്ത് ഉണ്ടായ ഡാമേജ് ഏറ്റവും ഗ്ലാമറുള്ള CPM-നകത്ത് നേതാവിനെ കൊണ്ട്, അത് ഈ പറയുന്ന കോർപ്പറേഷനകത്ത് ഉണ്ടായ ഡാമേജ് കോർപ്പറേഷൻ മേയറായിട്ടിരുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ പേരെടുത്തിട്ടുള്ള, ഇതുപോലെയാവണം കോർപ്പറേഷൻ മേയർ എന്ന് ഒരുപക്ഷെ കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുള്ള ബ്രോ
പ്രശാന്ത് തന്നെ കോർപ്പറേഷൻ്റെ ഡാമേജ് മാറ്റാൻ വന്നു ഇറങ്ങി. അതിനകത്ത് ആദ്യം കിട്ടിയ ഒരു അവസരം വളരെ രഹസ്യമായിട്ട് ശുദ്ധാധികാരിയായിട്ടുള്ള ഈ പറയുന്ന ശ്രീലേഖ പറഞ്ഞ ആ ഓഫീസും കൊഞ്ഞാണെന്ന് പറഞ്ഞത് അത്രയും വിശ്വസ്തനായിട്ടുള്ള അയാൾ പൊതുമധ്യത്തിൽ കൊണ്ടുകിടന്ന് അലക്കാൻ ശ്രമിച്ചു. BJP ഇങ്ങനെയാണ്. ഒരു കൗൺസിലർ ആയാൽ തന്നെയും ഒരു MLA ഒരു അധികാരം ചെറിയ തോതിൽ കിട്ടിയാൽ പോലും അത് അവസരമാക്കി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും അല്ലെ മാന്യമായ പൊതുപ്രവർത്തനം നടത്തുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള ഇതിലേക്ക് വരുത്താൻ ശ്രമിച്ചു. വലിച്ചു കീറി ഒട്ടിച്ചപ്പോൾ ഇപ്പം അവിടുന്ന് മാറിയില്ലെങ്കിൽ ഇയാളെ മാന്യതയില്ലാത്ത പൊളിറ്റീഷ്യൻ ആയി മാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ. ശ്രീലേഖ അന്ന് പറഞ്ഞു നിങ്ങൾ മാറണ്ട, ഞാനിവിടെ ഇരുന്നോളാം, ഞാൻ ഈ കക്കൂസ് മുറിക്കാതിരുന്നോളാം, എന്നെ കാണാൻ ഇന്ന് 25 പേര് വന്നു, ഇനിയും വരുന്നവരെ ഞാൻ സേവിച്ചോളാം, എനിക്ക് വിഷയമില്ല, എനിക്ക് ബോർഡ് വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് അങ്ങേര് ഈ പ്രശാന്തിന്റെ ബോർഡിന്റെ മണ്ടയ്ക്കോട്ട് ഞാൻ വെച്ചോളാം, എനിക്കൊരു പരാതി ഇല്ലെന്ന് പറഞ്ഞെടുത്ത് എനിക്കിനി ഈ ഓഫീസ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചൊഴിഞ്ഞു പോകുന്ന രീതിയിലെ കാര്യങ്ങൾ പോകുന്നു. അതായത് ശ്രീലേഖയുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നത് പ്രശാന്ത് ഒഴിയുന്നു, CPM പിൻവലിയുന്നു. അതായത് തിരുവനന്തപുരത്തെ അവസ്ഥ ഏറ്റുമുട്ടൽ സൂക്ഷിച്ചല്ലെങ്കിൽ ഒരുപക്ഷെ ശ്രീലേഖയെ മുൻനിർത്തി ഇപ്പൊ തന്നെ ഇദ്ദേഹം RC പറഞ്ഞിട്ടുണ്ട് ശ്രീലേഖയോട് മത്സരിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ശ്രീലേഖ തന്നെ മത്സരിക്കും. അതിന് വേറെ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ശ്രീലേഖ അവിടെ വേറെ ചില ആൾക്കാർ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ല അവിടെ ശ്രീലേഖ മത്സരിക്കും. അപ്പൊ അതിനകത്ത് ശ്രീലേഖ അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, മനസ്സിലായത്, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീലേഖയെ അവിടെ നിന്ന് മാറ്റാൻ, അല്ലെ ശ്രീലേഖയും മേയറായിട്ടുള്ള രാജേഷും തമ്മിലടുപ്പിക്കാൻ മാധ്യമങ്ങളാണ് ആദ്യം ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രശാന്തിൻ്റെ വിഷയമൊക്കെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് പതുക്കെ ശ്രീലേഖ എടുത്തതെന്ന് പറയുന്നത് അല്ല നിങ്ങൾ മത്സരിച്ചത് മേയറാക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവരൊരു ശരിയാണ്, എനിക്ക് മേയറാക്കാമെന്ന് വാഗ്ദാനം നൽകി, പിന്നെ ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അതേ പിടിച്ചായി വാഗ്ദാനം. അവസാനം സഹി കേട്ട് അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ ചില ഉത്തരങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ട് ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, ഇത്ര നാണംകെട്ട മാധ്യമങ്ങളാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇവിടെ ഒരു തന്ത്രപരമായ നീക്കം ഈ പറയുന്ന ശ്രീലേഖ IPS എന്ന് പറയുന്ന ഈ പറയുന്ന മുൻ സർക്കാർ ഉദ്യോഗസ്ഥയാണ് അവർ നടത്തിയിട്ടുണ്ട്. അവർ സാധാരണ രാഷ്ട്രീയക്കാർ നടത്തുന്നത് പോലെയല്ല, വളരെ സ്നേഹത്തോടെ പ്രശാന്തിൻ്റെ അടുത്ത് പോയിരുന്നു. അവർ പൊളിച്ചത് എന്താ, ഇത്രയും കാലം ഇപ്പോൾ പ്രശാന്ത് MLA സ്ഥാനത്തിൻ്റെ 7-8 വർഷമായി, ഇത്രയും കാലത്തിനുള്ളിൽ 25,000 രൂപ മുതൽ മുകളിലേക്ക് വാടക കൊടുക്കേണ്ട കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിൽ ഒരു കെട്ടിടം 800 രൂപയ്ക്ക് വാടക എടുക്കുന്നു, 1000 രൂപ പോലും വാടക കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എഴുതിയെടുക്കുന്ന തുക ഇത്രയേ ഉള്ളൂ എന്ന് പ്രശാന്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അത് പറ്റില്ലല്ലോ, കാരണം വലിയ തുക എഴുതിയെടുക്കും, കുറഞ്ഞ പൈസ കൊടുക്കും. ഇത് ജനങ്ങളുടെ മുമ്പിൽ പൊളിച്ചു. അപ്പോൾ ഒരു കള്ളം പൊളിഞ്ഞേ. ഇങ്ങനെ എത്രയോ ഓഫീസുകൾ, കെട്ടിടങ്ങൾ കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിലുള്ളത് CPMൻ്റെ ലോക്കൽ നേതാക്കൾ, അതുപോലെ പ്രാദേശിക പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇവരിലേക്കൊക്കെ കൈമറിഞ്ഞ് പോകും. അപ്പോൾ വാടക വൻതോതിൽ മേടിച്ചുകൊണ്ട് CPM നടത്തുന്നത് വലിയ കൊള്ളത്തരമാണ്. ഇനി പ്രശാന്ത് ഈ ഓഫീസ് ഒഴിഞ്ഞില്ലെങ്കിൽ ശരി, ഈ മാസം എത്ര രൂപ കൊടുത്തു എന്ന് പ്രശാന്തിനോട് പരസ്യമായിട്ട് ജനങ്ങൾ ചോദിക്കും. അപ്പോൾ 2 മാസത്തിനപ്പുറത്തേക്ക് ഇത് പ്രശാന്തിനെ സംബന്ധിച്ച് വലിയ കീറാമുട്ടിയായി മാറും. അപ്പോൾ CPM കരുതിയിട്ടുണ്ട്. കാരണം CPM എന്ന് പറയുന്നത് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും അത് നടപ്പാക്കാനും കഴിവുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അതേ രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തരത്തിലൊരു നീക്കം വന്നപ്പോഴേ അപകടം മണത്തു. അതുകൊണ്ടാണ് പ്രശാന്ത് അവിടുന്ന് മാറി. എന്നിട്ട് പറഞ്ഞെന്താ, ഞാനൊരു തർക്കത്തിലൊന്നുമില്ല, ഒരു വിവാദം വേണ്ടല്ലോ. ഇന്ന് വരെ CPM ഒരു വിവാദം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കാര്യത്തിലും വെച്ച കാര്യം പിന്നോട്ട് മാറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ മാറ്റുകയാണ്. ഇനി ഇപ്പുറത്തേക്ക് നോക്കണം. ശശി തരൂർ ഇപ്പോൾ BJP പോകും എന്ന് പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾ പുറത്താക്കത്തില്ല, വേണേ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു. ശശി തരൂർ ഇപ്പോൾ നോക്കിയപ്പോൾ വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ അതിനകത്ത് നെഞ്ചു പിരിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാ മുഖ്യമന്ത്രിക്ക് കസേരയ്ക്ക് ഒരാൾ കൂടി അവകാശി. പക്ഷെ ശശി തരൂർ പറയുന്നു ഞാനില്ല. ശശി തരൂരും ഇതുപോലെ തന്ത്രപരമായ നിലപാടെടുക്കുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് പോയ പ്രതിനിധി സംഘത്തിൽ മുൻനിരയിൽ നിന്ന് ശശി തരൂരാണ്. അതിന് സമാനമായി കേരളമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു വലിയ പ്രശ്നത്തെ വളരെ കൃത്യമായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് ശ്രീലേഖ എന്ന് പറയുന്ന ഒരു കൗൺസിലറാണ്. അവർ മേയറല്ല, ഒരു സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർപേഴ്സൺ അല്ല, ഒന്നുമല്ല, ഒരു സാധാരണ വ്യക്തിയാണ്. അപ്പോൾ ശശി തരൂർ എങ്ങനെയാണോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കടന്ന് കളിക്കുന്നത്, അത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ രാഷ്ട്രീയത്തിൽ ശ്രീലേഖ കളിക്കുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുകയും ചെയ്തു ശ്രീലേഖ ഇത്തവണ വട്ടിയൂർക്കാവിൽ മത്സരിക്കുക തന്നെ ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ശശി തരൂർ, ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ, ഇനി ഇപ്പുറത്തേക്ക് വന്നാൽ ശ്രീലേഖ, എല്ലാവരും കൂടെ തമ്മിലൊരു കണക്ഷൻ വരുന്നില്ലേ? എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകുമോ? എന്തൊക്കെയോ അല്ല, കണക്ഷന് വലിയ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെ. കാരണം വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ തന്നെ പക്ഷേ പ്രശാന്ത് മാഷിന്റെ രൂപം ഉണ്ടാവും അല്ലേ? അല്ല, ഇതിനകത്ത് ശശി തരൂർ ഇപ്പം കേരളത്തിൽ പൊളിറ്റിക്സ് രാഷ്ട്രീയം വിടുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ആവാനില്ലെന്ന് പറഞ്ഞാൽ അയാൾ കേരള പൊളിറ്റിക്സ് വിടുന്നു എന്ന് അതിൻ്റെ അർത്ഥം. അതിന് താല്പര്യമില്ല. അടുത്ത പ്രാവശ്യം ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ മത്സരിക്കാൻ ഉണ്ടാകത്തില്ല.
അതായത് ശശി തരൂർ, നിങ്ങൾ സിനി ചോദിച്ചതുപോലെ ഇതിനകത്ത് രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ, ശ്രീലേഖ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ത്രിമൂർത്തികൾ. ഇപ്പം ശശി തരൂർ ഇനിയും കോൺഗ്രസിനകത്ത് നിന്ന് അയാളുടെ ഒരു ഇമേജ് വെച്ചിട്ട് അയാൾ ഈ പറഞ്ഞ തന്തയ്ക്ക് പറഞ്ഞോന്നൊക്കെ പറയത്തില്ല, ഞാനിനി അയാളെ കൊണ്ടുവന്നതിനകത്ത് അതിനകത്ത് വിട്ടിട്ട് ഇപ്പം BJPക്ക് അകത്തോട്ട് പോകണ്ട. പക്ഷെ BJPക്ക് അകത്ത് അയാൾ ചെല്ലണ്ട. BJPക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പം തന്നെ ആ പാർട്ടിക്കകത്ത് നിന്നാൽ അദ്ദേഹത്തിന് പാർലമെന്ററി രംഗത്ത് അല്ലെങ്കിൽ പല കമ്മിറ്റികൾക്കകത്ത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള വിദേശ ഇടപെടലിനകത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ക്യാബിനറ്റ് റാങ്കുള്ള വകുപ്പിലേക്ക് വരും. അതായത് 2029 തോന്നുന്നു ഇനി അടുത്ത ലോക്സഭാ ഇലക്ഷൻ. അതിന് അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ ഉണ്ടാവത്തില്ല എന്നുള്ളത് അദ്ദേഹം നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. മത്സരിക്കാൻ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതാണ്. ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. തരൂർ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിയല്ല, കേരളത്തിൽ മുഖ്യമന്ത്രി ആവാൻ അല്ലെങ്കിൽ വികസനത്തിലൂടെ പോകാൻ അല്ലെ കൊണ്ടുവരാൻ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ കോൺഗ്രസ് വരുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി പോലും തർക്കമുണ്ട്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടാകുമോ എന്നുള്ളതിനെപ്പറ്റി തർക്കമുണ്ട്. അപ്പം ഇനി മുഖ്യമന്ത്രി ആവാനും അല്ലെ തിരുവനന്തപുരം നയിക്കാനും ഒക്കെ പ്രാപ്തരായിട്ടുള്ളവർ തിരുവനന്തപുരത്ത് നിന്ന് BJPക്കകത്ത് നിന്ന് ഉണ്ടെന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു തരൂർ എന്ന് വേണം നമുക്ക് കരുതാൻ. മനസ്സിലാകുന്നില്ല അതിന്റെ അർത്ഥം എന്താ? അടുത്ത പ്രാവശ്യം MP സ്ഥാനത്തേക്ക് വേണേ ശ്രീലേഖ മത്സരിക്കാമല്ലോ, MP ആവാമല്ലോ, കേന്ദ്രമന്ത്രി ആവാമല്ലോ, ക്യാബിനറ്റ് റാങ്ക് വരാമല്ലോ, അതിനുള്ള ഗട്സ് ഉണ്ടല്ലോ. അതേ രീതിയിലേക്കുള്ള ഈ ശനിയാഴ്ച അമിത്ഷാ വരികയാണ്. അവിടെ ശനിയാഴ്ച അദ്ദേഹം വരും, പാർട്ടി പ്രവർത്തകരെയൊക്കെ കാണും, വിജയിപ്പിച്ച ആൾക്കാരെയൊക്കെ നേരിട്ട് കണ്ട് അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കും. പിറ്റേ ദിവസം കോർ കമ്മിറ്റി യോഗം കൂടുകയാണ്. കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെ പ്രധാനമന്ത്രി വരുന്ന ദിവസം പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് വേണ്ടി ഉള്ള ധനസഹായങ്ങൾ എന്താണ്, അവരുടെ പരിപാടികളെന്നുള്ളതൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് തിരുവനന്തപുരത്തെ അങ്ങ് മനോഹരമാക്കുക. ആ തിളക്കത്തിലൂടെ കേരളം മുഴുവൻ അങ്ങ് വ്യാപിച്ച് പടരുക, താമരയുടെ വേരുകൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയും BJPയും എല്ലാം വിചാരിച്ചിരിക്കുന്നത്. അതേസമയം ശശി തരൂരോ നമുക്കറിയാം, ആദ്യം MP ആയ സമയത്ത് നമുക്കൊരു വാഗ്ദാനം തന്നു, ഓർമ്മയുണ്ടോ? ലളിത് മറന്നുപോയി കാണും. ബാഴ്സലോണ മോഡൽ തിരുവനന്തപുരത്തിന് കൊണ്ടുവരുന്നു. ബാഴ്സലോണ മോഡേണായിട്ട് തിരുവനന്തപുരത്തിന് കിട്ടിയത് റോഡിൽ കൂടെ ഉള്ള ഈ വെള്ളച്ചാലുകളാണ്, നീർക്കെട്ടുകൾ മാത്രമാണ്. ഇന്നും അതാണ് അവസ്ഥ. വെള്ളം വന്നു കഴിഞ്ഞാൽ മനുഷ്യന് മര്യാദയ്ക്ക് റോഡിൽ കൂടെ നടന്നു പോകാൻ പറ്റില്ല ഈ തലസ്ഥാന നഗരിൽ. ആ ഒരു മുഖച്ഛായയും ആ ഒരു ദോഷങ്ങളും കുറവുകളും എല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു സ്മാർട്ട് സിറ്റി ആയിരിക്കും BJP അവിടെ കൊണ്ടുവരിക. എന്തൊക്കെയാണ് അവരുടെ പദ്ധതികൾ നമുക്കറിയില്ല. തിരുവനന്തപുരത്തുകാർക്ക് തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമാകുന്ന പദ്ധതി, മെട്രോ ഉണ്ടാവാം, ലൈറ്റ് മെട്രോ ഉണ്ടാവാം, എന്തൊക്കെയാണ് നമുക്കറിയില്ല. അതെല്ലാം പ്രധാനമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ നടപ്പാക്കും, ഫണ്ട് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അതാണ് ഒരു ഗുണം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ പേർ BJPയിലേക്ക് വരാനും അതിൻ്റെ ഒരു സന്ദേശം കേരളമാകെ എത്തിക്കാനും ഉള്ള ശ്രമങ്ങളായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ നടത്തുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അഴിമതികൾ പുറത്തു വരുമെന്ന് പേടിച്ചാണ് VK പ്രശാന്ത് കാരണം ഒരുപാടുണ്ട് അവരുടെ അഴിമതികളും ഈ കുൽസിതങ്ങളും ഒരുപാടുണ്ട്. പറയാനാണെങ്കിൽ അത് കുറേ നേരം എടുക്കും എന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നു.